12 വർഷം മുമ്പാണ് ഉസ്താദെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയത്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ പെട്ടാണ് മരണപ്പെട്ടത്. 12 വർഷങ്ങൾക്ക് ഇപ്പുറവും അതിൻ്റെ വേദന ഞങ്ങളുടെ മനസ്സിലുണ്ട്. എൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു പോയി, ജീവിതം തന്നെ മടുത്തുപോയിരിക്കുന്നു. ആത്മഹത്യ ചെയ്താലോ എന്ന് പല സന്ദർഭങ്ങളിലും ആലോചിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി മുതിരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നന്മ കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ജീവിതം മടുത്തു എന്ന് എപ്പോഴും തോന്നിപ്പോകും. ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടെയും സങ്കടത്തോടെയും കൂടെയാണ് മാതാപിതാക്കളും ചെറിയ മോനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവർ പറയുമ്പോൾ ആ വേദന അവരുടെ കണ്ണുനീർ പൊഴിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ മോനിപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇത്രയും വയസ്സാകുമായിരുന്നു. ഞാനിപ്പോഴും അവൻ്റെ ആ കളികളും അവൻ്റെ സംസാരവും അവൻ്റെ ഇരുത്തവും നടത്തവും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞ വേദനപ്പെടുത്തുന്ന മറ്റൊരു രംഗം എന്ന് പറയുന്നത്, അവരൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ താമസിച്ച വീട്ടിൽ നിന്നാണ് മകൻ മരണപ്പെടുന്നത്. ആ ഓർമ്മകളും വേദനകളും ആ നൊമ്പരങ്ങളും വീട്ടിൽ ഏത് റൂമിലേക്ക് കയറിയാലും മകനുണ്ട് എന്നുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ വീട് വിറ്റ് അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി. എന്നാൽ ഈ മോനെക്കുറിച്ചുള്ള ചിന്ത അത് തളർത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് അവസാനം അവിടെ എത്തിയപ്പോഴും മോനെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് വല്ലാതെ തളർന്നു പോയൊരു കുടുംബം. ഇത്തരം ദുഃഖവേളകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ സമീപിക്കേണ്ട നിലപാടെന്താണ്? നമ്മുടെ മനസ്സ് പലപ്പോഴും മടുത്തു പോകും. അങ്ങനെ മടുത്തു പോകുന്ന സമയത്ത് ആത്മഹത്യ എന്ന് പറയുന്ന ജീവിതം മടുക്കുന്ന സമയത്ത് അവസാനിപ്പിക്കുക, ജീവിതം ഒരു കയറിന്മേലോ മറ്റോ അവസാനിപ്പിക്കുക എന്നുള്ള ചിന്തയിലേക്ക് ഒരിക്കലും നമ്മുടെ മനസ്സെത്തരുത്. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. അവരായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കാരണം, നമ്മുടെ സംസാരം കാരണം, നമ്മുടെ ഇടപെടൽ കാരണം ആരെങ്കിലുമൊക്കെ നന്മയിലേക്ക് വന്നാൽ നമ്മളതുകൊണ്ട് കൃതജ്ഞരായല്ലോ, നമുക്കതിന് പ്രതിഫലം ലഭിക്കുമല്ലോ. ആ രൂപത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിതം തകർന്നു എന്ന് തോന്നുമ്പോൾ, ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് നമ്മെ പൈശാചികമായിട്ട് ഒരു പിശാച് നമ്മെ തോന്നിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ചൊല്ലേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്, ചില ദുആകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സന്ദർഭത്തിൽ ചൊല്ലാൻ പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആ ഉണ്ട്, ദിക്റുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്ത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നമുക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ദുഃഖവേളകളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കൈകൊള്ളേണ്ടത്. നാശനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിയുകയും വളരെയധികം വിനയത്തോടെ ഇബാദത്തുകൾ ചെയ്ത് ദുആ ചെയ്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്, ഈമാനുള്ളവരെ ക്ഷമ കൊണ്ടും പരീക്ഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ കരയുന്നത് സ്വാഭാവികമാണ്, കരയാം. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ അല്ലമുറയിട്ട് നെഞ്ചത്തടിച്ച് തലയും മുടിയൊക്കെ വലിച്ച് വസ്ത്രങ്ങളൊക്കെ കീറി അലമുറയിട്ട് അട്ടഹസിച്ച് കരയരുത്. ആ രീതിയൊന്നും ശരിക്ക് ദീനിലുള്ളൊരു രീതിയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാറുണ്ടായിരുന്നു. ശബ്ദമില്ലാതെ കരയുകയും അള്ളാഹുവിലേക്ക് തിരിയുകയും ദിക്ർ ദുആകൾ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആകാശഭാഗത്തേക്ക് തല ഉയർത്തുകയും സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ദുആ ചെയ്യുന്ന സമയത്ത് കണ്ണീർ വാർക്കുകയും ദുഃഖം കൂടുമ്പോൾ, സങ്കടം കൂടുമ്പോൾ
യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എന്ന് തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയാറുണ്ടായിരുന്നു. ദുആയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണീർ വാർത്ത് കണ്ണീരൊലിപ്പിച്ച് ദുഃഖത്തോടുകൂടെ ദുആ ചെയ്യുകയും വളരെ സങ്കടം കൂടുന്ന സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ വേണ്ടിയിട്ടൊരു ദുആ ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ആ ദുആ, ദുഃഖത്തിലകപ്പെട്ടവരാണെങ്കിൽ അത് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദുഃഖത്തിലാണോ അവൻ അകപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് അവന് മോചനം നൽകുന്നതാണ്. അതേതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതേപോലെ തന്നെ ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ അകപ്പെടുന്ന സമയത്ത് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന ദിക്ർ 99 രോഗങ്ങൾക്ക് മരുന്നാണ്. 99 രോഗങ്ങൾക്ക് മരുന്നാണ്. ദുഃഖം ദൂരീകരിക്കപ്പെടും എന്നതാണ്. അതിലേറ്റവും ചെറിയ കാര്യം നമ്മുടെ മാനസിക വിഷമം, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കം ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമ്മൾ എത്ര പ്രതിസന്ധികൾ വന്നാലും, എങ്ങനെ നമ്മൾ തകർന്നു എന്ന രൂപത്തിലേക്ക് എത്തിയാലും ഒരിക്കലും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്, മരണത്തെ മോഹിക്കരുത്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഇത് ദുനിയാവാണ്. ദുനിയാവിലുള്ള ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും നമ്മൾ മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. ആത്മഹത്യ അത് ഭീരുത്വവും കടുത്ത വഞ്ചനയും പാപവുമാണ്, മഹാപാപമാണ്. അള്ളാഹിനോട് ചെയ്യുന്ന വല്ലാത്തൊരു വഞ്ചനയാണ്, അത് ഭീരുത്വമാണ്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ. പലപ്പോഴും പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന്. ആത്മഹത്യയുടെ വക്കിൽ പോയി നിൽക്കുകയാണോ? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിങ്ങ് പിടിച്ചിങ്ങനെ നിൽക്കുകയാണോ? നമ്മളൊരിക്കലും അത് ചിന്തിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി. ഈ ഒരൊറ്റ പോയിന്റ് ചിന്തിച്ചാൽ മതി, നമുക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. നിനക്ക് അള്ളാഹു കാണാനുള്ള കാഴ്ചശക്തി നൽകിയില്ലേ? ആ കാഴ്ചശക്തി ഇല്ലാതെ എത്ര ആളുകൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങൾ കാണാൻ കഴിയാതെ, സ്വന്തം ഉമ്മയെ കാണാൻ കഴിയാതെ, സ്വന്തം ഉപ്പയെ കാണാൻ കഴിയാതെ എല്ലാം കേട്ടുകൊണ്ട് ജീവിക്കുന്നവരില്ലേ? കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാത്തവരില്ലേ? എത്രയോ ആളുകൾ നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ നടക്കാൻ കഴിയാതെ ഞരങ്ങി നടക്കുന്നത് കാണുന്നില്ലേ? കാല് മുറിക്കപ്പെട്ടവരെ കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ എത്രയോ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയപ്പോൾ നിനക്കൊന്നും അള്ളാഹു അങ്ങനെ നൽകിയില്ലല്ലോ. നിനക്ക് കേൾക്കാനും കാണാനും നടക്കാനും ഒക്കെ ഉള്ള ആരോഗ്യമൊക്കെ അള്ളാഹു നൽകിയിട്ട് നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് അള്ളാഹിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ മനസ്സ് തകർന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവേ, എനിക്ക് ജീവിതം നന്മയാകുന്നിടത്തോളം എന്നെ ജീവിപ്പിക്കണമേ. അതെല്ലാം മരണം ഉത്തമമാകുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. എൻ്റെ ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ, അങ്ങനെ നന്മ അതാണ് എങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും എൻ്റെ മരണം എപ്പോഴാണോ ഖൈറാകുന്നത് ആ സമയത്ത് എൻ്റെ റൂഹിനെ പിടിക്കുകയും ചെയ്യണമേ എന്ന വളരെ പവിത്രമേറിയ ദുആ അത് നമുക്ക് പതിവാക്കാവുന്നതാണ്. അപ്പോൾ നാശനഷ്ടങ്ങളിൽ, മക്കൾ നഷ്ടപ്പെടുന്നതിൽ, മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നതിൽ
ജീവിതം അവസാനിപ്പിക്കരുത്, ജീവിതം മടുപ്പിക്കരുത്. ഈ പറയുന്ന ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലുക. സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ളത്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ ഹയാത്തു വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ഇങ്ങനെയുള്ള സുഹൃതങ്ങളിലൂടെ ജീവിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഖൈറായ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.